നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ആർക്കാണ് സംരക്ഷണമുള്ളത്? അവകാശപ്പെട്ട നമ്മുടെ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആരോഗ്യ വിവരങ്ങൾ പോലും വിദേശ കമ്പനികൾക്ക് കൈമാറാനുള്ള ചങ്കൂറ്റം കണ്ടില്ലെന്ന് ഇനിയും നടിക്കാനാവില്ല. ആരോഗ്യ വിവരങ്ങൾ കനേഡിയൻ യൂണിവേഴ്സിറ്റിക്ക് കൈമാറാനും മരുന്ന് പരീക്ഷണം നടത്താനും സംസ്ഥാന സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്നത് ഉറപ്പാണ്. വിവര കൈമാറ്റത്തിന് വഴിയൊരുക്കിയ വഴികൾ വളരെ വിചിത്രമാണെന്ന് മാത്രം. കനേഡിയൻ കമ്പനിക്ക് ഹെൽത്ത് ഡാറ്റ കൈമാറ്റത്തിന് ആദ്യം ദുരുപയോഗം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനെയാണ്. നമ്മുടെ കണ്ടെത്തലുകൾ നടപ്പാക്കാനും മറ്റും വിദേശത്തു നിന്നുള്ള സാങ്കേതിക സഹായം തേടുക എന്നതാണ് ട്രാൻസ്ലേഷണൽ ഗവേഷണ പദ്ധതി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത്. ഇതിന്റെ പേരിൽ പ്രൊഫസർ സലിം യൂസഫിനെ എത്തിക്കുന്നു. ഇതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ 2022 കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രൊഫസർ സലിം യൂസഫിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2023 ഓഗസ്റ്റ് 3 മുതൽ 2 ദിവസത്തെ ബയോമെഡിക്കൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. അതിൽ വെച്ച് മുഖ്യമന്ത്രി സലിമിന് പുരസ്കാരവും സമ്മാനിക്കുന്നു. പകർച്ചവ്യാധികൾ തുടരുന്നതിനെ പ്രതിരോധിക്കാൻ കയ്യിലുള്ള മെഡിക്കൽ ഡാറ്റ മികച്ച ഗവേഷണ പഠനത്തിനായി വിദഗ്ധർക്ക് ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. സലിം യൂസഫിനെ പോലെയുള്ളവരുടെ സേവനവും ആവശ്യപ്പെട്ടു. പിന്നാലെ സലിം യൂസഫ് തനിക്ക് കിട്ടിയ അവാർഡ് തുകയായ 5 ലക്ഷം ഗവേഷണത്തിന് നൽകുകയും ചെയ്തു. ഗവേഷണത്തിന് പിന്തുണയും നൽകി. ഇതോടെ ഡേറ്റ കൈമാറ്റത്തിനും മരുന്ന് പരീക്ഷണത്തിനും വലിയ പദ്ധതിയൊരുങ്ങി. മരുന്ന് പരീക്ഷണത്തിന് കേന്ദ്രത്തിന്റെയും ICMRന്റെയും അംഗീകാരം കൂടിയേ തീരൂ. ഇത് മറികടക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ സംസ്ഥാന ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം തയ്യാറാക്കി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗം സംസ്ഥാന ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം മാർച്ച് 7 ഈ നയത്തിന് അംഗീകാരവും ലഭിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ഡെന്റൽ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോളേജുകളും ഗവേഷണോന്മുഖമായി മാറ്റുമെന്നാണ് നയം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങളെയും സജ്ജമാക്കും. ക്ലിനിക്കൽ ട്രയലിലൂടെ പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും കണ്ടെത്തി ഫലപ്രാപ്തി തെളിയിക്കാൻ ഗവേഷണം നടത്തുമെന്നും നയത്തിൽ ഉൾപ്പെടുത്തി. അതിനു പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമുണ്ടായിരുന്നു. ഒരുപക്ഷെ മരുന്ന് പരീക്ഷണവും ഡാറ്റ കൈമാറ്റവും വിവാദമാവുകയാണെങ്കിൽ ആരോഗ്യശാസ്ത്ര ഗവേഷണ നയം അനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമാണ് നടന്നത് എന്ന് പറഞ്ഞ് തലയോരാം. ഡാറ്റ കൈമാറ്റ നീക്കം മുൻപും നടന്നിരുന്നു. 2013 UDF സർക്കാർ ഇതേ സംഘവുമായി ചേർന്ന് കൊണ്ടുവന്ന KHOBS അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPM നഖശികാന്തം എതിർത്തു. പിന്നാലെയാണ് അന്ന് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതിക്ക് ജീവൻ വെച്ചു. 2018 ഡിസംബറിൽ സംസ്ഥാന സർക്കാർ കിരൺ ആരോഗ്യ സർവേക്ക് ഉത്തരവിറക്കി. എന്നാൽ കാനഡയിലെ സർവകലാശാലയെക്കുറിച്ചോ അതിനു പിന്നിലെ PHRAയെക്കുറിച്ചോ ഉത്തരവിൽ പരാമർശമേ ഉണ്ടായില്ല. 2019 ഇത് വീണ്ടും വിവാദമായി. എന്നാൽ സർവേക്കുള്ള സാങ്കേതിക സഹായം മാത്രമാണ് തേടിയതെന്നാണ് അന്ന് പിണറായി സർക്കാർ ന്യായീകരിച്ചത്. അതിനു പിന്നാലെ 2020 കനേഡിയൻ സംഘവുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഇമെയിൽ വിവരങ്ങൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടു. അതിൽ സർവേ മാത്രമല്ല, ഒന്നിലധികം മരുന്നുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗുളിക വിതരണം ചെയ്ത് മരുന്ന് പരീക്ഷണം നടത്തി നിരീക്ഷിച്ചെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ മുൻപന്തിയിലെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വലിയ പരീക്ഷണങ്ങളും കബളിപ്പിക്കലും.